ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു നാടൻ കറിയാണ്. ചക്ക കൊണ്ട് നമുക്കൊരു ചക്ക എരിശ്ശേരി ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഇത്രയും ചക്കച്ചുളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ല മൂത്ത ചക്കയുടെ ചുളയാണ്. നല്ല മൂത്ത ചക്കച്ചുളയായിരിക്കണം കേട്ടോ, എങ്കിലുള്ള ടേസ്റ്റ് വരുള്ളൂ. ഞാൻ അതിൻ്റെ കുരു എടുത്തിട്ടുണ്ട്. അത്രയും ചക്കയുടെ കുരുവാണ്, അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വട്ടത്തിലരിഞ്ഞാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ചക്കക്കുരു ഇട്ടും കറി വെക്കാൻ, ചക്കച്ചുള തന്നെ എരിശ്ശേരി വെക്കാം. ഞാൻ ഇന്ന് കുരു ഇട്ടുള്ള ചക്ക എരിശ്ശേരിയാണ്. അതിനാവശ്യത്തിന് വേകാനുള്ള വെള്ളം ഒഴിച്ച് എരിവിനാവശ്യമായ പച്ചമുളകും അതും ഇട്ട് കുറച്ച് കറിവേപ്പില ഇടാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നല്ല നൂറുള്ള ചക്കക്കുരു ആയിരിക്കണം, അതാണെങ്കിൽ നല്ല രുചി വരുള്ളൂ. ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. അവിടെ ഇന്ന് വെന്തോളൂ അത്. അപ്പോഴത്തേന് നമുക്ക് ചക്കച്ചുളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതുണ്ട്, ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. സാധാരണ എരിശ്ശേരിക്ക് വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. എങ്ങനെ വേണേലും ആകാം, എങ്കിലും ഓരോന്നിനും ഓരോ രീതിയിലാണ് നമ്മൾ അരിയുന്നത്. നമ്മൾ ആ ചക്കച്ചുളയും കൂടെ അതിലേക്കിട്ട് ഇനി ആവി വന്നു കഴിയുമ്പോൾ വീണ്ടും തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കുക. പെട്ടെന്ന് വേവും. ചക്കക്കുരു വേകുന്ന താമസമുള്ളൂ, ചക്കച്ചുള പെട്ടെന്ന് വേവും. ഇത് കുക്കറി വേണേലും വെക്കാം കേട്ടോ. ഞാൻ പക്ഷേ പാത്രത്തിൽ ഇങ്ങനെ വെച്ചത്. പിന്നെ അരപ്പിനാവശ്യമായ തേങ്ങ, ഒരല്പം ജീരകം, മഞ്ഞൾപ്പൊടി കുറച്ച് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് മതി. 2 ഉള്ളി. ഇതുപോലെ അരച്ചെടുക്കണം. വെണ്ണ പോലെയൊന്നും അരയണ്ട. ഇതിനേക്കാൾ ഇച്ചിരോടെ അരഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതാ നമ്മുടെ ചക്കയൊക്കെ വെന്ത് നന്നായിട്ട്, ചക്കക്കുരുവും എല്ലാം നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പ് ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ ചക്കച്ചുള ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് ചേർത്തില്ലല്ലോ, ആവശ്യത്തിന് വെള്ളമോടെ ചേർക്കുക. ഇത് തിളച്ച് കഴിയുമ്പോഴത്തേന് ഒന്നുകൂടെ കുറുകും. ഒരുപാട് വെള്ളം വേണ്ട. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാൻ. ഇനി നമുക്കിതിന് വറുത്ത് ചേർക്കാനുള്ള തേങ്ങ കുറച്ച് എണ്ണ ഒഴിച്ച് വറക്കണം. ഈ തേങ്ങ വറുത്തിടുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ഇതാ തേങ്ങ മൂത്തിട്ടുണ്ട്. ഇനി വലിയ പീരയാണ് നമ്മൾ ആ മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ചെറുതായിട്ടൊന്ന് പൊടിക്കണം. നൈസ് പൊടിയൊന്നും വാങ്ങണ്ട. ചെറിയ പീരയാണെങ്കിൽ അതുപോലെ അങ്ങ് വറുത്തിട്ടാൽ മതി. ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട്. അതും കൂടെ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്, അതിലേക്ക് ഇടുക. നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്തൊന്ന് യോജിപ്പിക്കാം. നമുക്ക് കടുക് വറുത്തിടാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു 3-4 വറ്റൽമുളക്, ഉള്ളിയും വറ്റൽമുളകൊക്കെ മൂത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കടുവും കൂടി ഇടാം. കറിവേപ്പിലയും കടുവും എല്ലാം മൂത്ത് കടുകെല്ലാം പൊട്ടി. ഇനി നമ്മുടെ കറിയിലേക്ക് അത് ഒഴിക്കാം. അത് നമ്മുടെ നല്ല സ്വാദുള്ള നമ്മുടെ ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുള്ളൊരു കറിയാണ്. നമ്മളതുപോലെ ഈ കറി വെക്കുമ്പോഴത്തേന് ജീരകം കൂടിപ്പോകരുത്. അതുപോലെ തന്നെ ഞാൻ വെളുത്തുള്ളി അരയ്ക്കാറില്ല.
ഇനി കുരുമുളക് വേണേലും പൊടി അല്പം ചേർക്കാവുന്നതാണ് ഇതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ പച്ചമുളക് അരച്ചല്ല ചേർക്കുന്നത്, എപ്പോഴും ഞാൻ കീറിയിടുകയാണ് ചെയ്യുന്നത് പച്ചമുളക്.